ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് ബുക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് റാം കെയർ ഓഫ് ആനന്ദി ബൈ അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ്റെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്ക് രാത്രി 12-ന് ശേഷമാണ്. അപ്പോൾ അത് വായിക്കണമെന്നുണ്ട്. ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് വെച്ചാൽ നല്ല ബുക്കാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ നല്ലൊരു ലവ് സ്റ്റോറിയാണ്. പിന്നെ നമ്മൾ കഥ വായിക്കുമ്പം നമുക്ക് കഥയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ നമ്മൾ കാണുന്നത് പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത ബുക്കാണ്. എസ്പെഷ്യലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ബുക്ക് ഇരുന്ന് വായിക്കുന്നത്. ഏത് ബുക്കായാലും ഞാൻ പകുതി വായിക്കുമ്പോഴത്തേക്ക് ബോറടിക്കും, പിന്നെ ഞാനത് വായിക്കാറേ ഇല്ല. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ ബുക്ക് ഫുള്ള്, അതായത് ഞാൻ എഫേർട്ട് എടുത്ത് ഫുള്ളിരുന്ന് വായിക്കുന്ന ആദ്യത്തെ ബുക്കാണ് ഇത്. അപ്പം എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. എന്നെ റീഡ് ചെയ്യാൻ ഇനിയും മോട്ടിവേറ്റ് ചെയ്ത ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇതാണ് വായിക്കുന്നത് ഫസ്റ്റ് ടൈം. ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പകുതിയിൽ നിന്ന് മടുപ്പ് വരും. ഇതോടെ ഞാനത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് വായിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ വായിക്കുന്നത് സുധാമൂർത്തിയുടെ ഡോളർ ബാഹു എന്ന് പറയുന്ന ബുക്കാണ്. ഇതിൻ്റെ എത്ര ലെസൺസ്, 8ാമത്തെ ലെസണാണ്, അല്ല 7ാമത്തെ ലെസണാണ് ഞാനിപ്പം കറൻ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. സുധാമൂർത്തിയുടെ ഡോളർ ബാഹു. ഇത് ഞാൻ ലൈബ്രറിയിൽ എടുത്തതാണ്. പിന്നെ അടുത്ത ബുക്ക് ഞാനിത് വായിച്ചിട്ടില്ല. ഇത് രണ്ടും, ഈ ബുക്ക് എൻ്റെ വീട്ടിലുള്ള ബുക്കാണ്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 170 രൂപയ്ക്ക് ഞാൻ 150 രൂപയ്ക്ക് വാങ്ങിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന നിമ്ന വിജയുടെ ബുക്കാണ്. ഞാൻ ഏത് ബുക്ക് തിരഞ്ഞെടുക്കുമ്പോഴും യൂട്യൂബിൽ അതിൻ്റെ കുറേ റിവ്യൂ ഉണ്ട്. നമുക്ക് വായിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് ഞാനിത് തിരഞ്ഞെടുക്കാറുള്ളൂ. കാരണം ഇല്ലെങ്കിൽ വേസ്റ്റാണ്, ഞാൻ വായിക്കുകയില്ല. കാരണം എനിക്കിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ഞാൻ പകുതി വരെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വായിക്കുകയേ ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ റിവ്യൂസൊക്കെ കണ്ട് വാങ്ങിച്ച ബുക്കാണ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടു, ഇവിടെ ഇങ്ങനെ ഇപ്പം നന്നായിട്ട് കാണില്ലേ, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ച് ഇവിടെ ഇങ്ങനെ ഉണ്ടോ, പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് അമർന്നിട്ടാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിലതിൽ നല്ല കളറുണ്ട് ടെക്സ്റ്റിനൊക്കെ, പക്ഷെ ചിലതിൽ തീരെ കളറില്ല. നമുക്ക് വായിക്കാൻ പറ്റും. ഇതാണ്, ഇതിനൊക്കെ നല്ല കളറുണ്ട്. പക്ഷെ ചിലതിന് അങ്ങനെ ഈ വീഡിയോയിൽ വരുന്ന എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ ചിലതിന് അങ്ങനെ ഇതുണ്ട്, ഇവിടെ കൊണ്ടുപോകും, ഈ തീരെ കളറില്ല. അപ്പം ഇത് ഞാൻ സുധാമൂർത്തിയുടെ കംപ്ലീറ്റ് ചെയ്താൽ ഞാനിത് വായിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വായിക്കണം എന്നുള്ളത് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ബൈ ഹെലൻ കെല്ലറാണ്. ഇത് ഓൾറെഡി എൻ്റെ ഏട്ടൻ വായിച്ചതാണ്. അപ്പം ഇവിടെ വീട്ടിലുള്ളതാണ്, നമ്മൾ വാങ്ങിയതൊന്നുമല്ല. ഓൾറെഡി എൻ്റെ ബ്രദറ് വായിച്ചു തീർത്ത ബുക്കാണ്. അപ്പോൾ ഇതെനിക്ക് വായിക്കണമെന്നുണ്ട്. പിന്നെ ഈ റാക്കിലൊക്കെ കാണുന്നത് ഫുൾ ബുക്സാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മലയാള സെക്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ ഇംഗ്ലീഷാണ്. പിന്നെ ഡിക്ഷണറിയൊക്കെ താഴെയുണ്ട്. അപ്പം ഇതാണ് ഞാനിപ്പോൾ എൻ്റെ ഇത് വായിക്കണം എന്ന് വിചാരിക്കുന്ന ബുക്സുകൾ. അപ്പം ഇതേ ഉള്ളൂ എന്നൊക്കെ പറയാൻ. പിന്നെ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീഡിയോസ് ഇടുന്നത്. കാരണം എക്സാംസിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, സ്കൂളിൽ നിന്നുള്ള കുറേ വർക്കിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. സോ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ബൈ.